പിന്നണിയിൽ പാടുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അമൃത പുരസ്കാര ജേതാവുമായ ഗുരുവായൂർ ക്ഷേത്രകലാ പുരസ്കാര ജേതാവുമായ ശ്രീ കലാമണ്ഡലം പ്രഭാകർ. മൃദംഗം ശ്രീ പ്രവീൺ പ്രഭാകർ. കഥ പാഞ്ചാലി സ്വയംവരം. കോട്ടൻതുകൽ സമാരംഭിക്കുന്നു. നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സാൽ ധ്യാനിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും വളരെ വിനയത്തോടെ നമിച്ചുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുവാൻ വേണ്ടി അവസരം ഉണ്ടാക്കി തന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണ സമിതി അംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ എല്ലാവരോടും വളരെ വിനയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർമാർ നന്ദി പറഞ്ഞു. ഇന്നത്തെ ഓട്ടൻതുള്ളൽ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് തുള്ളൽ രംഗത്ത് അവതരിപ്പിക്കുന്നത് അരുൺ ആർ കുമാറാണ്. പറവൂർ സ്വദേശിയാണ് അരുൺ ആർ കുമാർ. മാത്രമല്ല അദ്ദേഹം കൊച്ചി ഇൻഫോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ്. ഇപ്പോൾ അവതരിപ്പിക്കുന്ന അരുൺ ആർ കുമാർ. മൃദംഗം വായിക്കുന്നത് പ്രവീൺ പ്രഭാകരനാണ്. പ്രവീൺ എറണാകുളം ചെന്നൈ വിദ്യാലയത്തിലെ മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. പിന്നിൽ പാടുന്നത് കലാമണ്ഡലം പ്രഭാകരൻ. 2023 കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അമൃത പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഏക തുള്ളൽ കലാകാരനാണ് എന്ന് വളരെ വിനയപൂർവ്വങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കഥയായ പാഞ്ചാലി സ്വയംവരം ആരംഭിക്കുന്നു. ചെറിയ സമയം കൊണ്ട്, നമുക്ക് ചെറിയ സമയമാണ്, അത് ചെറിയ സമയം കൊണ്ട് കഥയുടെ സൂചന പറയുന്നു. പാഞ്ചാലി പാണ്ഡവന്മാരുടെ ഭാര്യയാണ്. അവരെങ്ങനെ 5 പേരുടെ ഭാര്യയായി എന്ന് വളരെ സരസമായി പറയുന്നതാണ് ഈ കഥ. ദ്രുപദ മഹാരാജാവ് തന്റെ മകളായ പാഞ്ചാലിക്ക് ദ്രൗപദിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആ സമയത്താണ് പാഞ്ചാലിക്ക് വേണ്ടി കരുതി വെച്ച അർജുനൻ അരക്കെല്ലാം വെച്ച് മരിച്ചുപോയി എന്ന വാർത്ത നാട്ടിൽ പരക്കുന്നത്. ദുഃഖിതനായ ദ്രുപദ മഹാരാജാവ് അർജുനനെ പോലെ മറ്റൊരു വില്ലാളിയെ സ്വയംവരം ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അതിനായിട്ടുള്ള വിളംബരത്തെ സ്വയംവരം ആരംഭിക്കുന്നു.
കവിളന്നോരു ഓമലുണ്ണി ഗണേശ വന്ദിച്ചുള്ളൊരു വിഘ്നം വിരവിനൊടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ മൻപേരും തമ്പുരാനെ തവപദഗമനം സന്തതം കൈതൊള്ളുന്നേ വൻപേരും തമ്പുരാനെ തവപദഗമനം സന്തതം എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ നന്നായി വരുവനെ എല്ലാ ജനവും നമ്മെ അനുഗ്രഹം ഏകി കന്യാവേലി മഹോത്സവഘോഷം കന്യാവേലി ഈ കന്യാവേലി മഹോത്സവഘോഷം മന്നവരൊക്കെ ഹിപ്പതിനായി പത്രിക എഴുതി ത്വരിതം ചിരം വിത്തം നൽകി യജുവരെ ദൂതന്മാർ അതിനേരം കോലാഹലമായി യാത്രയുമായി ഹസ്തിനപുരമത് നോക്കി നടന്നു ചിത്രരഥത്തൊരു ദൂതനെ ദുര്യോധനയുടെ കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ ദുര്യോധനൻ തലസാജന്നു കിടന്നു അതാ തലസാജെല്ല് കടന്ന് അരികിൽ കണ്ടൊരു സേവകൻ അരികിൽ കണ്ടൊരു സേവകൻ ഈ സേവകൻ അരികിൽ കണ്ടൊരു സേവകനപ്പോൾ ചോദിച്ചാലവരോ അരികിൽ കണ്ടൊരു സേവകനപ്പോൾ ചോദിച്ചാൽ അവനോട് എന്തിനായി
മുട്ടിപ്പൊട്ടന്മാരെല്ലാം ഓട്ടം തുടങ്ങി ഓട്ടം വരാതെ ചിലവട്ടം തികഞ്ഞു ഓട്ടം വരാതെ ചിലവട്ടം തികഞ്ഞു കൂടെയായി കഥനിൽക്കെ യുധിഷ്ഠിര ചരിതം ഉദ്ബോധുകേന പ്രതീക്ഷം വിജയ ധർമ്മജ പവനജ വിജയാധികൾ വിജയാദികൾ ധർമ്മജ പവനജ വിജയാധികൾ ധർമ്മജ പവനജ വിജയാദികൾ അമ്മയൊടുങ്ങിയ സോദരരോടും ധർമ്മജ പവനജ വിജയാദികൾ അമ്മയോടും സോദരോ എന്നമ്മ ഈ
വെല്ലുമേ പാടിക്കാതെ എല്ലാരും ഗമിക്കുന്നു വെല്ലുമേ മാടിക്കാതെ അട്ടയ്ക്ക് വേണ്ടും കളിമട്ടം പലതും കിട്ടും അഷ്ടയ്ക്കു വേണ്ടും കളിമട്ടം പലതും കിട്ടും ചട്ടം പരിപ്പ് കൊണ്ട് കിട്ടും പ്രഥമ ചട്ടം പരിപ്പു കൊണ്ട് കിട്ടും പ്രഥമനേരം. മല്ലാക്ഷി തനിക്കെന്ന് ആ മല്ലാക്ഷി തനിക്കെന്ന് ഇവരെല്ലാരും ചൊല്ലുന്നുണ്ട് മല്ലാക്ഷി തനിക്കെന്ന് എല്ലാരും കൊല്ലുന്നുണ്ട്. കണ്ടില്ലാതിനോ ഭക്ഷം വെല്ലുമേ പാടിക്കാതെ കണ്ടില്ലതിനോ വട്ടം വെല്ലുമില്ല വിജ്ഞാനം. അന്തണ ഭാഷിതം ഇങ്ങനെ കേട്ടു അന്തണഭാഷിതനിങ്ങനെ കേട്ടോ. കുന്തി തനയനും അനുജന്മാരും അന്തണഭാഷിതനിങ്ങനെ കേട്ടോ. ചിന്തീകരണങ്ങളുമാരും ചിന്തിച്ചവിടെ ഗമിക്കണമെന്ന് ചിന്തിച്ചവിടകമിക്കണമെന്ന് ഏതോ ചിന്തിക്കണം ചിന്തിച്ചവിടകമിക്കണമെന്ന് മനസ്സിൽ വെച്ചുകഴിഞ്ഞു ചിന്തിച്ചവിടകമിക്കണമെന്ന് അന്തർ മനസ്സിൽ ഉറച്ചുകഴിഞ്ഞു. വിദ്വാൻമാരെ പോലിയ വിപ്രന്മാരെ പോലിക വിപ്രന്മാരെ പോലികയെങ്കിൽ വിദ്വാൻമാരെ പോലെയെങ്കിൽ വിപ്രന്മാരെ പോലികയെങ്കിൽ ചിത്രം ചന്ദ്രൻ പറയും മുമ്പ് വിപ്രന്മാരെ പോലികയെങ്കിൽ ചിത്രം ചന്ദ്രൻ മറയും മുൻപ് തലമുറയൊരു ബുദ്ധധ്വജൻ ആ തലമുറയൊരു വൃദ്ധജൻ ഈ തലമുറയൊരു ബുദ്ധധ്വജൻ ആ തലമുറയൊരു വൃദ്ധജനോട് യാത്ര പറഞ്ഞു യുധിഷ്ഠിരനപ്പോൾ യാത്ര പറഞ്ഞു യുധിഷ്ഠിരൻ വൃദ്ധജനോട് യാത്ര പറഞ്ഞു യുധിഷ്ഠിരനപ്പോൾ അമ്മയുമൊപ്പം പോരുന്നുണ്ടോ അമ്മയും ഒപ്പം പോരുന്നു എങ്ങനെ അമ്മയും ഒപ്പം പോരുന്നുണ്ടോ കൊന്തിയും ഒപ്പം പോരുന്നുണ്ടോ അമ്മയും അങ്ങ് ഗമിച്ചിരുന്നു അമ്മയും അങ്ങ് ഗണിച്ചിടുന്നു ഉള്ളിൽ കരിമൊഴു പൂസുര വരണം ഉള്ളിൽ കരിമൊഴു പൂതുരവർ ഒരു പുള്ളി എരിഞ്ഞതെടുത്ത് പൂതുരവരൻ ഒരു കൊള്ളി എരിഞ്ഞത് ഒരു കൊള്ളി എരിഞ്ഞതെടുത്തു കൊടുത്തു. ഈ കൊള്ളി എരിഞ്ഞത് ഒരു കൊള്ളി എരിഞ്ഞതെടുത്തു കൊടുത്തു. ജനനായക തനയനുമിട്ട് ജനനായക തനയൻ മുന്നിൽ ദക്ഷിണമാനസ സിന്ധുരഗതിയായി ജനനായക തനയൻ മുന്നിൽ ജനമാനസമിൻ പുലകരിയായി ഭീമൻ അവരുടെ പിന്നിൽ നടന്നു. ആ ഭീമനും അവരുടെ പിൻപൻ നമ്മുടെ ഭീമൻ ആ ഭീമനും അവരുടെ പിൻപൻ നടന്നു. ആ ഭീമനും അവരുടെ പിൻപൻ നടന്നു. ഭൂമി സുരന്മാർ അവരുടെ പിന്നിൽ ഭൂമിസുരന്മാർ ആ ഭൂമിസുരന്മാർ അവരുടെ പിൻപൻ ആറ്റുകാൽ നശിച്ചൊരു കൂട്ടം ആത്തമുകണ്ടു നടന്നൊരു കൂട്ടം വാർത്ത പറഞ്ഞ് രസിച്ചു. അവർ വാർത്ത പറഞ്ഞു രസിച്ചു. അവർ വാർത്ത പറഞ്ഞു രസിച്ചു ജനിച്ചു. വാർത്ത പറഞ്ഞ് രസിച്ച് തിരിച്ചു. അവർ വാർത്ത പറഞ്ഞു രസിച്ചു ജനിച്ചു. പുള്ളി വെളിച്ചം കേട്ടു. ആ കൊള്ളി വെളിച്ചം കെട്ടതുമെന്ന് ആ പുള്ളി വെളിച്ചം കേട്ടതുമെന്നെ കൊള്ളി വെളിച്ചം കെട്ടതുമെന്ന് ഒരു മുള്ളിൻ കാട്ടിൽ അകപ്പെട്ടു. ഞാനൊരു മുള്ളിൽ കാട്ടിലകപ്പെട്ടു. ഒരു മുള്ളിൻ കാട്ടിൽ ഞാനൊരു മുള്ളിൻ കാട്ടിലകപ്പെട്ടു. ഞാനൊരു മുള്ളിൻ കാട്ടിൽ അകപ്പെട്ടു. ഞാനൊരു മുള്ളിൻ കാട്ടിലകപ്പെട്ടു. ആ വഴിയെ വഴിയെ നോക്കി നടപ്പിൻ. ആ വഴിയെ നോക്കി നടപ്പിൻ. വഴിയെ നോക്കി നടപ്പിൻ വഴിയൊരു വഴിയെ നോക്കി നടപ്പിൻ. വലിയൊരു കുഴി. ഞാനൊരു കുഴിയിൽ പെട്ടു വലഞ്ഞു. ഞാനൊരു കുഴിയിൽ പെട്ടു വലഞ്ഞു. ഒരു കുഴിയിൽ പെട്ടു വലഞ്ഞു നടന്നു. ഞാനൊരു കുഴിയിൽ പെട്ടു വലഞ്ഞു നടക്കാൻ. കുഴിയിൽ പെട്ടു വലഞ്ഞു നടന്നു. പാറക്കല്ലിലും തട്ടി. ഒരു പാറക്കല്ലിനു തട്ടി കാലിനു മാറാതുള്ളത് വേദന പറ്റി. ഒരു പാറക്കല്ലിനു തട്ടി കാലിനു മാറാ
അയ്യോ നമ്മുടെ തലയും ഉടഞ്ഞ് അയ്യോ നമ്മുടെ തലയുടനെ അയ്യോ നമ്മുടെ തലയും ഉടഞ്ഞ് കൊയ്യലങ്ങ് തിരിഞ്ഞു അയ്യോ നമ്മുടെ തലയും അങ്ങനെ സമയക്കുറവുകൊണ്ട് ഇടയിലെ കുറേ വരികളിലെ ചെറിയ സാരാംശം പറഞ്ഞുകൊണ്ട് ബാക്കി പറയാം. ബ്രാഹ്മണവേഷം ധരിച്ച പാണ്ഡവന്മാർ ദ്രുപദന്റെ കൊട്ടാരത്തിലേക്ക് ഈ നടന്നു നിന്ന് ദ്രുപദന്റെ കൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ പാണ്ഡവമാതാവായ കുട്ടിക്ക് പ്രവേശനമില്ലെന്നറിയുന്നു. അമ്മയെ താമസിപ്പിക്കുവാൻ വേണ്ടി സ്ഥലമന്വേഷിച്ച് പാണ്ഡവൻ നോക്കുന്നു. അവിടെ ഒരു കുശവന്റെ വീട് കാണുന്നു. ആ കുശവന്റെ വീട്ടിൽ പോയി അമ്മയ്ക്ക് ഇരിക്കുവാൻ വേണ്ടി അല്പം സ്ഥലം ചോദിക്കുന്നു. മുസ്ലിമായ കുശവനാകട്ടെ ബ്രാഹ്മണ വേഷം ധരിച്ച ധർമ്മോത്തരെ ആദ്യം ഓടിക്കുന്നു. ജീവനെന്ന് ആ കുശവനെ കീഴ്പ്പെടുത്തുകയും തന്റെ അമ്മയെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് അവർ ദ്രുപദന്റെ കൊട്ടാരത്തിൽ പോകുന്നു. അതിനുശേഷം ഇവിടെ അഭിനയിക്കുന്നത് ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നത്, സദ്യ വിളമ്പുന്നത്, സദ്യ കഴിക്കുന്നതുമായ അത് ഓട്ടം തുള്ളലിന്റെ മാത്രമായ പ്രത്യേകമായ ചില അഭിനയ സമ്പ്രദായങ്ങളാണ്. ഹാസ്യത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുന്നതാണ്. അതിനുശേഷം എല്ലാവരും പിടിച്ചെടുക്കാനും ശരം തൊടാനും ശ്രമിച്ചു പരാജിതരായി സ്വയംവരം തുടങ്ങുന്നതിന് ഘട്ടം വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ മന്ത്രിച്ച പ്രകാരം ലീലാളിയുടെ അർജുനൻ ബ്രാഹ്മണവേഷം ധരിച്ചാണ് മുന്നോട്ട് വന്ന് വീട്ടിലെടുത്ത് അമ്മയിൽ പഞ്ചവർണ്ണയ്ക്ക് വീഴ്ത്തി പാഞ്ചാലി സ്വയംവരം നടത്തുന്നു. പാഞ്ചാലി എങ്ങനെ 5 പേരുടെ ഭാര്യയായി എന്ന് ഈ കഥയുടെ 2ാം ഭാഗത്തിൽ കേൾക്കാം. കഥ തുടങ്ങുന്നു.
ഏകേ ഞാനൊരു ബ്രാഹ്മണനത്രേ. ഏകേ ഞാനൊരു ബ്രാഹ്മണനത്രേ. പോടാ, അവിടെ സത്യമില്ല. പോടാ, ഇവിടെ സത്യമില്ല. പോടാ, അവിടെ സത്യമില്ല. പോടാ, അവിടെ സത്യമില്ല. അങ്ങു കടന്നോരോ കാര്യം പലതാനങ്ങോ കടന്നോരോ കാര്യം നീ ഇങ്ങനെ നടന്നാൽ അടി. അടിയും കൊള്ളും. ഇങ്ങനെ നടന്നാൽ അടിയും കൊള്ളും. നിന്നു കടന്നാൽ അടിയും കൊള്ളും. നിന്നു കടന്നാൽ അടിയും കൊള്ളും. നിന്നുടെ പൂർണ്ണമതിൽ അപ്രദേശം എന്നുടെ ജനനിക്ക് അധിവാസം. നിന്നുടെ പുരമതിൽ അപ്രദേശം എന്നുടെ ജനനിക്ക് അധിവാസം. കരുണാസാഗരം ഒഴിഞ്ഞു തരേണം. അതിനാകുന്നോ വിളിച്ചതുമെല്ലാം. നിങ്ങളുടെ ജനനിക്ക് അധിവാസാർത്ഥം. നിങ്ങളുടെ ജനനിക്കതിവാദം. എടാ, നിങ്ങളുടെ ജനനിക്ക് അധിവാസാർത്ഥം. നിങ്ങളുടെ ജനനിക്കതിവാദം. നല്ലൊരു പൊട്ട കിണറുണ്ടല്ലേ. നല്ലൊരു പൊട്ടക്കിണറുണ്ടെങ്കിൽ നല്ലൊരു പൊട്ടക്കിണറുണ്ടെങ്കിൽ ഓരോ ജനതവനത്തിനും ഈ ചോരൻ നമ്മുടെ കരകളുണ്ട്. ഈ ചോരനും കൂടെ കലവൻകുടൽ മോഷ്ടിപ്പാനായി വന്നവനിവൻ. ഇത് മോഷ്ടിപ്പാനായി വന്നവനെ കുലം. മോഷ്ടിപ്പാനായി വന്നവനെ കുലരട്ടിക്കളയണം എന്നാ കുശവൻ. വലിയൊരു വടിയുമെന്ന് കുലരപ്പെട്ടുടനെ ഓടിയെടുത്തു. വലിയൊരു വടിയുമെന്ന് കുലരപ്പെട്ടവൻ തെരുവിനെ ഓടിയെടുത്തൊരു സമയം തലമല്ലെന്നത് നോക്ക് യുധിഷ്ഠിരൻ. തലമല്ലെന്നത് നോക്കി യുധിഷ്ഠിരൻ ഒരു തലമണ്ടി ഭാവനി. പാദാത്മജനെ അയച്ചാൽ പിന്നെ വേദാന്തസുതൻ ആദരവോടെ ഭീമൻ ചെന്ന് പതിപ്പുര കയറി. നമ്മുടെ ഭീമൻ ഭീമതരം ചില വാക്കു തുടങ്ങി. എടാ കോശവക്കയ്യ, കോശവക്കയ്യ. കൊടുവരും മാറും ചോദിച്ചു. പല്ലുകൾ അകലും മുമ്പേ വടികൊണ്ടടിയും പെരുകിന പേടി കൊടുത്തു ഉലാരൻ. പേടി ഉടുത്തു പുലാലൻ കിടുകിട നിന്നു വിറച്ചു. പുലാലൻ കിടുകയെന്നുണ്ടെങ്കിൽ എഴുതുപുറത്ത് വരുമ്പോൾ പവനതന്റെ അടികൊണ്ട് പവനന്റെ അടികൊണ്ടവനെ മോടി പവനന്റെ അടികൊണ്ടവനെ മോടി വരുന്ന ശരണം ശരണമേ എന്ന് കൽപ്പന പോലെ നടക്കായൻ കൽപ്പന പോലെ നടക്കായൻ അല്പമോ സുവമീകക പണ്ട് സുധന്മാൻ ഉത്സവയാത്രയിൽ ഉണ്ടായിരുന്നു മാതാവിന്റെ വസിപ്പതിനായി മാതാവിന്റെ വസിപ്പതിനായി ഭീതി ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടി. മാതാവിന്റെ വസിപ്പതിനായി വീതിയൊഴിഞ്ഞൊരു സ്ഥലമുണ്ട്. എന്റെ അമ്മയ്ക്കവിടെ ഇരിക്കാൻ സഖിയാൽ എന്റെ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ സഖിയായി അങ്കനയാളത്തെ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ സഖിയായി അങ്ങനെയാണ് വരുന്നേ അത് കേട്ടവനും ഉടനെ അവരുടെ അത് കേട്ട് അവനും കൂടെ അവരുടെ അങ്കനമണിയെ വിളിച്ചു. അവന്റെ അങ്കണമണിയെ വിളിച്ചു വരുത്തി എന്നെ മടങ്ങിയിട്ട് ഈ വഴിയിങ്ങ് വഴിവരലിൽ ഇവിടെ ഇരിക്കുന്നു. എന്നെ മടങ്ങി ഈ വഴി ഇന്ന്
സത്യസേവിച്ചു തുടങ്ങുന്നവരുടെ ആഖ്യാനം പുനർ അങ്ങു തുടങ്ങുന്നവരുടെ ആഖ്യാനം പല വെപ്പക്കാരെ പരിശക്കാരെ ഈ വെപ്പുകളൊക്കെ ഒളിക്കവരായോ ഇവിടെ വെപ്പുകളൊക്കെ ഉള്ളവരാണ്.
പച്ചപ്പയർ ഭവിച്ചത്
കല്ലിമ്പുകളിൽ ചുമന്നു പഞ്ചശരോമകൻ ആകിയ വിജയൻ ആകിയ വിജയൻ പഞ്ചശരങ്ങൾ എടുത്തുകൾ പഞ്ചശരങ്ങളെടുത്തു പഞ്ചശരങ്ങളെടുത്തുകളെ ചുരുക്കുപത്രിക കൊടുത്തു പത്രിക വടിച്ചേച്ചു തിരിക്കുമാക്കി കഴുത്തിൽ കൊടുത്തു പത്രിക വടിച്ചേച്ചത് ഇരിക്കുമക്കി കഴുത്തലും മുറിച്ചു ഭൂമിയിൽ നിരത്തി അത് മുറിച്ചു ഭൂമിയിൽ നിരത്തിയിട്ടു അത് മുറിച്ചു ഭൂമിയിൽ നിരത്തിയിട്ടു നിറഞ്ഞ മഞ്ഞൾ നിറച്ചുകൾ മുറിച്ചു ഭൂമിയിൽ നിരത്തിയിട്ടു നിറഞ്ഞ മക്കളോ നിരത്തുന്നവർ അമ്പലനാരിക പേരിയടിച്ചു അമ്പലനാടിക പേരിയടിച്ചു ഒരു നാരകകാരവും അമ്പലനാടിക പേരിയടിച്ചു തുമ്പൊരു നായകനായവളായി തുമ്പൊരു നായകനായവളായി കൽപ്പന കുസുമം കൊണ്ടൊരു വർഷം കൽപ്പനകുസുമം കൊണ്ടൊരു വർഷം അപ്പോഴൊന്നു ഭവിച്ചു സുഖേന കൽപ്പനകുസുമം കൊണ്ടൊരു വർഷം പൊഴുതങ്ങു വലിച്ചതുകേ പൊഴുതങ്ങു വലിച്ചതുകേ സുന്ദരിയാകിയ ദ്രൗപദിയപ്പോ സുന്ദരിയാകിയ ദ്രൗപദിയപ്പോ ധന്യതേനൊരു മാലയുമായി സുന്ദരിയാകിയ ദ്രൗപദിയപ്പോ ധന്യതേനൊരു മാലയുമായി മന്ദം ചെന്നോ ദൂരേന്ദ്രാകനായി മന്ദം ചെന്നോ ദൂരേന്ദ്രാകനായി ധന്യനോ മാലയോ ഇട്ടുകുമാരി ധന്യനു മാലയോ ഇട്ടുകുമാരി ധന്യനുമാരയും വിട്ടുകുമാരി ധന്യനു മാലയോ ഇട്ടുകുമാരി അമ്മയും അവരെ കാണാനധികം ചിന്തകളൊന്നു വസിക്കും സമയേ അമ്മയും ആ കുന്തിയും അവരെ കാണാനധികം ചിന്തകളെന്നു വസിക്കും സമയേ അമ്മ വസിക്കും ഭവനേ ചെന്ന് അമ്മ വസിക്കും ഭവനേ ചെന്നു അമ്മജനങ്ങൾ വിളിച്ചു പറഞ്ഞു അമ്മ വസിക്കും ഭവനേ ചെന്നു അമ്മജനങ്ങൾ വിളിച്ചു പറഞ്ഞു അമ്മേ ഞങ്ങൾക്കിന്ന് വിശേഷാൽ അമ്മേ ഞങ്ങൾക്കിന്ന് വിശേഷം അമ്മേ ഞങ്ങൾക്കിന്ന് വിശേഷാൽ അമ്മേ ഞങ്ങൾക്കിന്ന് വിശേഷം നല്ലൊരു ഭിക്ഷ ലഭിച്ചിട്ടുണ്ട് അമ്മേ ഞങ്ങൾക്കിന്ന് വിശേഷം നല്ലൊരു ഭിക്ഷ ലഭിച്ചിട്ടുണ്ട് അമ്മേ നല്ലൊരു ഭിക്ഷ ലഭിച്ചിട്ടുണ്ട് നല്ലൊരു ഭിക്ഷ ലഭിച്ചിട്ടുണ്ട് നന്നായെങ്കിലുണ്ണികൾ ഐവരും പൊന്നായെന്നു ചിത്തേ നന്നായെങ്കിലുണ്ണികൾ ഐവരും ഒന്നായെന്ന് ഭൂമിത്തീരെ. നന്നായെന്നു ഭുജിച്ചിടേണം നന്നായെങ്കിലുണ്ണികൾ ഐവരും ഒന്നായെന്ന് ഭൂമിത്തീരെ. പെൺമണിയാണൊരു ഉദയപാനം പെൺമണിയാലൊരു പൂയപ്പാട്ട് അമ്മയേരേരം ആശ്രയിച്ചേരും. കുന്തിയരികെ നമസ്കരിച്ചേരും. ലജ്ജകളെന്നത് കുന്തിക്കപ്പോൾ ലജ്ജകളെന്നിത് കുന്തിക്കുമ്പോൾ ഇച്ചമിങ്ങനെ ചൊന്നതർത്ഥം ലജ്ജകളെന്നിത് കുന്തിക്കുമ്പോൾ ഇത്തരമിങ്ങനെ ചൊന്നതവസ്ഥ. ഇച്ചമിങ്ങനെ ചൊന്നതർത്ഥം ഇത്തരമിങ്ങനെ ചൊന്നതവസ്ഥ. അമ്മേരം പുനഃ അംബുജനേ അമ്മേരം പുനഃ ലംബുജനേ വൃന്ദാരകമുനേ വൃന്ദേ. അമ്മേരം പുനഃ ലംബുജനേ വൃന്ദാരകമുനേ വൃന്ദേ. കേശവൻ അവരുടെ കേശമുടിപ്പാൻ കേശവൻ അവരുടെ കേശമുടിപ്പാൻ ആശയോ
ഇന്ന് ക്ഷേത്രങ്ങളെ അവതരിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കി തന്ന ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾ